Hi guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാ വീടുകളിലും ഇത് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. അതായത് അവൽ നനച്ചത്. അവൽ നനച്ചതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അവൽ വിളയിച്ചതുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവൽ നനച്ചതാണ്. നനച്ചതെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് ഇതിൽ നമുക്ക് ആകെ കുറച്ച് കറിയേ നമുക്ക് വേണ്ടൂ, പിന്നെ അത് നമുക്ക് കുക്കിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം. അപ്പോൾ അവൽ നനച്ചതിന് നമുക്ക് വേണ്ടത് നാളികേരം ചിരകിയത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു നാളികേരത്തിൻ്റെ പകുതി മുറി നമ്മൾ എന്താ പറയുക നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവൽ വേണം. പിന്നെ മധുരത്തിന് ഞാനിവിടെ ഷുഗറാണ് ചേർക്കുന്നത്, പഞ്ചസാരയാണ് ചേർക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറിന് പകരം, അതായത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചീകിയത് ചേർക്കാം. ഓക്കെ, ചീകിടാം, ശർക്കര ചീകിയിട്ട് ചേർക്കാം. പിന്നെ ഫ്ലേവറിന് ഏലക്കപ്പൊടി നിങ്ങൾക്ക് ചേർക്കാം. അത് ഒക്കെ എന്താ പറയുക നമ്മുടെ ചോയ്സ് അനുസരിച്ച്. ഇപ്പോൾ ഏലക്ക ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അഡീഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുപഴം അരിഞ്ഞ് ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അവൽ നനച്ചത്. നമ്മൾ വെള്ളം തളിച്ച് ഇതൊന്ന് നനച്ചെടുക്കും, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനൊരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നാളികേരം ചിരകി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങയുടെ ഒരു പകുതി മുറിയാണ് ഫുള്ളും എടുത്തിട്ടുണ്ട്, ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവൽ ചേർക്കാം. അവലൊരു ഏകദേശം ഇപ്പോൾ 2-2.5 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അവൽ ചേർക്കാം. അപ്പോൾ നമുക്കിനി അവൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്, അപ്പോൾ അതിനനുസരിച്ചുള്ള നാളികേരം ചിരകിയതൊക്കെ കൂട്ടി കൊടുക്കുകയും വേണ്ടു. ഓക്കെ, ഞാനൊരു കപ്പ് ചേർത്തു. 2 കപ്പ്, ഒരു 2.5 കപ്പ് നമുക്ക് എടുക്കാം. ഓക്കെ, 2.5 കപ്പ് അവൽ ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2.5 കപ്പ് അവൽ ചേർത്തു. അതുപോലെ തന്നെ ഒരു മുറി നാളികേരം ചിരകിയതും നമ്മൾ അടിയിലുണ്ട്. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അത് നിങ്ങളുടെ മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് എന്താ പറയുക ഷുഗർ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെയാണ് ശർക്കരയാണ് അതിന് പകരം, നിങ്ങൾക്ക് ഷുഗറിന് പകരം ഞാൻ പറഞ്ഞു ശർക്കര എടുക്കാം എന്നുള്ളത്. അതും നിങ്ങളുടെ എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾ ശർക്കര ചീകിയിടാം. ഓക്കെ, ചീകിയിടാം, അതായത് ഗ്രേറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഷുഗറാണ് ചേർക്കണത്. അത് ഒരു ഏകദേശം 3-4 ടേബിൾ സ്പൂൺ. അത് മധുരം കൂടുതലാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ ആവാം, അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഷുഗർ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇനി നനച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുറവ് തോന്നുകയാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഏലക്കപ്പൊടി വേണമെങ്കിൽ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാണ്. ചേർക്കുന്നത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഏലക്ക ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടത് എൻ്റെ ഉണ്ട്, അപ്പോൾ അതൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ല, നമ്മൾ വെള്ളം നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കില്ല, ഇങ്ങനെ എന്താ പറയുക കുറച്ച് വെള്ളം തളിച്ച് ഇങ്ങനെ നനച്ചെടുക്കില്ല, അതേപോലെ തന്നെ ഇതിൽ കുറച്ച് വെള്ളം തെളിച്ച് നമ്മൾ ഇങ്ങനെ നനച്ചെടുക്കുന്നതാണ്. ഓൾറെഡി ഇപ്പോൾ ഈ പഞ്ചസാരയുടെയും പിന്നെ അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ ഒരു നനവുണ്ടാവും. അത് നോക്കിയിട്ട് ആദ്യം ഇത് നന്നായി മിക്സ് ചെയ്യുക, അതിന് ശേഷം നോക്കിയിട്ട് വെള്ളം തളിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ നാളികേരമൊക്കെ നന്നായിട്ട് അതിൻ്റെയൊക്കെ ആ ഒരു നനവൊക്കെ ഈ അവലിലേക്ക് പിടിക്കും. പിന്നെ പഞ്ചസാരയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാവും. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം തളിച്ച് കൊടുക്കുക. എന്തായാലും വെള്ളം തളിക്കേണ്ടി വരും. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ആ പഞ്ചസാരയും നാളികേരമൊക്കെ ആ അവലിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക.
അപ്പം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതായത് നാളികേരം, പഞ്ചസാരയും അതുപോലെ തന്നെ അവലും പിന്നെ കുറച്ച് ഏലക്ക അങ്ങനെ പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കൈകൊണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം അത് ഇങ്ങനെ ജസ്റ്റ് തളിച്ച് കൊടുക്കുക കേട്ടോ. കുറേയൊന്നുമല്ല, ജസ്റ്റ് തളിച്ചിട്ട് നമ്മൾ നോക്കാം. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ നനവ് അവലൊന്ന് നനയണം, അത്രയേ വേണ്ടൂ. കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് നമുക്ക് ആ നനവ് അറിയാൻ പറ്റും. ആ അവലിലെല്ലാം അവലിലും ആ നനവ് തട്ടിയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. കാരണം നാളികേരം പിന്നെ പഞ്ചസാരയും അതൊക്കെ ചേർത്തപ്പോൾ ഒരുവിധം നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം നമുക്കൊരു 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് തിളച്ച് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ അവൽ നനച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലായിടത്തും നനഞ്ഞിട്ടുണ്ട്, അവലൊക്കെ നന്നായി നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പിയാണ് ഇത്. നമ്മുടെ നാട്ടിലെ എല്ലാവരും വീട്ടിലും ഒരു വൈകിട്ട് ചായക്കൊക്കെ തയ്യാറാക്കും. പണ്ടേ ഉള്ള റെസിപ്പി അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളതല്ലേ. അപ്പോൾ നിങ്ങളും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. നമുക്ക് അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടില്ലേ അവൽ നനച്ചത്, അതിൽ പഴം ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെറുപഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അവൽ നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 1-2 ചെറുപഴം ഒന്ന് അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം. ഇതൊക്കെ ഓപ്ഷനാണ്. അതായത് ഏലക്കപ്പൊടിയും ഇത് പിന്നെ പഴവും പിന്നെ നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് മുന്തിരിയ ഈ മറ്റേ റേസിൻസ് അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്, അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് വേറെ എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാമെന്ന് മാത്രം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഓക്കെ, മെയിനായിട്ട് നനച്ചതിൽ നമുക്ക് അവലും നാളികേരവും പഞ്ചസാരയും അത്രേ വേണ്ടൂ കേട്ടോ. പിന്നെ ഏലക്കപ്പൊടിയും ഫ്ലേവർ വേണമെങ്കിൽ ചേർക്കുന്നു, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾ സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴും വീട്ടിലിതൊക്കെ എല്ലാ അമ്മമാരും ഉണ്ടാക്കി തരാറ്. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്കും എന്താ പറയുക ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടമാവും. പിന്നെന്താ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൽ പഴം ഞാൻ പറഞ്ഞു, ഞാനത് വേണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും അത് ഇഷ്ടമാവില്ല. കുട്ടികൾക്ക് ചിലപ്പോൾ പഴം ഇതിൽ ചേർക്കുന്നത് അത്ര താല്പര്യമുണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേർക്കാം. നമുക്ക് അരിഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇടാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.